ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം അനോമലീസ് ആൻറ്റിനേറ്റൽ സ്കാനിൽ കണ്ടുപിടിക്കുന്നത്. അതായത് ഗർഭസ്ഥ ശിശുവിൽ ജന്മനാലുള്ള കുറച്ച് വ്യതിയാനങ്ങൾ ഗർഭിണിയായിരുന്ന അമ്മയുടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓരോ അവയവങ്ങളിലെ വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. കുടൽ സംബന്ധിച്ച്, യൂറിനറി ട്രാക്ട് സംബന്ധിച്ച്, തലച്ചോറ്, ഹൃദയം, പിന്നെ പുറത്ത് മുറിച്ചുണ്ട് പോലത്തെ വേറെ വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാം. സാധാരണ രീതിയിൽ ഈ സ്കാൻ ചെയ്യുന്നത് രണ്ടാമത്തെ ട്രൈമസ്റ്റർ, അതായത് ഒരു 20 ആഴ്ച അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഏർലി അനോമലി സ്കാനും ഉണ്ട്, ലേറ്റ് അനോമലി സ്കാനും ഉണ്ട്. അപ്പോൾ ഈ 2 സ്കാനിലും കുഞ്ഞിന് ഈ കുടൽ സംബന്ധിച്ചോ വേറെ അവയവങ്ങൾ സംബന്ധിച്ചുള്ള രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അത് ഒരു സ്കാനും കൂടെ ചെയ്ത് സ്ഥിരീകരിക്കണം. പക്ഷേ ഇത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പരിശോധിക്കുമ്പോഴാണ് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നത് കുഞ്ഞിന് ഇങ്ങനത്തെ തന്നെ വ്യതിയാനമുണ്ടോ, അതുകൊണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ബാധകമാണോ. ചില അനോമലീസ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുഞ്ഞിന് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ അനോമലീസിനെയാണ് ഡോക്ടേഴ്സ് പ്രഗ്നൻസി ടെർമിനേഷന് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അനോമലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് ഏർലി അനോമലി സ്കാൻ ചെയ്യുന്നത്. അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള വ്യതിയാനങ്ങളല്ലെങ്കിൽ ഈ സാധാരണ കാണുന്നത് കുഞ്ഞുങ്ങളുടെ കിഡ്നി, അതായത് വൃക്കയുടെ അവിടെ വെള്ളക്കെട്ട് പോലെ ഹൈഡ്രോനെഫ്രോസിസ്, അല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലും വീർക്കം പോലെയോ ഫ്ലൂയിഡിന് കളക്ഷൻ കൂടുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ശസ്ത്രക്രിയ മൂലം ചികിത്സിക്കാം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പരിശോധിച്ച് വേറെ ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത്, ആവശ്യമുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് കുഞ്ഞിനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അനോമലീസ് കണ്ടാൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും സാധാരണ കാണുന്നത് കുഞ്ഞുങ്ങളുടെ ഹൈഡ്രോനെഫ്രോസിസ് ആണ്. അതായത് ഗർഭസ്ഥ ശിശുവിൽ വൃക്കയിൽ വെള്ളക്കെട്ട് പോലെ ഫീറ്റൽ ഹൈഡ്രോനെഫ്രോസിസ് ആണ്. അപ്പോൾ അത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള തടസ്സം, അതായത് പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് അങ്ങനത്തെ അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം. പക്ഷേ ഒരു 80 തൊട്ട് 90% അനോമലീസും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് സീരിയൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന് ഈ രോഗലക്ഷണം കാണാണ്ടാവും. അതായത് ഇത് മാറിക്കിട്ടും, ഹൈഡ്രോനെഫ്രോസിസ് മാറിക്കിട്ടും എന്നതാണ്. അപ്പോൾ ഒരുവിധം 90% വരെയുള്ള ഹൈഡ്രോനെഫ്രോസിസ് റിസോൾവ് ആകും, അതായത് പൂർണ്ണമായി മാറും. പക്ഷേ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. സീരിയസ് ആയിട്ടുള്ള തടസ്സം പോലത്തെ, അതായത് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവോ വെസൈക്കോ യൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷനോ PUJ ഒബ്സ്ട്രക്ഷനോ അങ്ങനത്തെ അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയകൾ വേണ്ടിവരും. ചിലതിന് കുഞ്ഞ് ജനിച്ച് നവജാത ശിശു ആയിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ടെസ്റ്റുകൾ, എക്സ്റേ പോലത്തെ MCU ടെസ്റ്റ് ഒക്കെ ചെയ്ത് രോഗം സ്ഥിരീകരിച്ച് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ കുടൽ സംബന്ധിച്ച വ്യതിയാനങ്ങൾ ഉണ്ടാവാം. അട്രീഷ്യ, അതായത് ഒരു ഭാഗം കുടൽ ഡെവലപ്മെൻറ്റിൽ എന്തോ കാരണവശാൽ ശരിക്കും ഡെവലപ്പ് ആവാണ്ട് കുടലിൽ ബ്ലോക്കേജ്, ഒബ്സ്ട്രക്ഷനായി തടസ്സപ്പെട്ട് ഇരിക്കുന്നതായിരിക്കാം. അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പരിശോധിച്ചിട്ട് അവർക്കും നവജാത ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ ശസ്ത്രക്രിയ വേണ്ടി വരും. ഈ ശരിക്ക് ഡെവലപ്പ് ആവാത്ത ഭാഗം കുടലിനെ എടുത്ത് കളഞ്ഞ് നല്ല കുടലിനെ കൂട്ടി യോജിപ്പിക്കുകയൊക്കെ വേണ്ടി വരും. വേറെ ഒരു അസുഖം തിരിച്ചറിയുന്നത് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന്. അതായത് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പേശിയാണ് ഡയഫ്രം. അപ്പോൾ അതിൽ ഡെവലപ്മെൻറ്റ് സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഭാഗത്ത് ഒരു ദ്വാരം പോലെ ഇരിക്കാം. അപ്പോൾ വയറിനുള്ളിലുള്ള അവയവങ്ങൾ നെഞ്ചിനുള്ളിൽ കയറി ലങ്സിൻ്റെ ഡെവലപ്മെൻറ്റും ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിലും പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞാലും കുഞ്ഞ് രക്ഷപ്പെട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ തീർത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഒരുവിധം ഈ അനോമലീസ് മിക്കതും കണ്ടുപിടിച്ചാൽ ശസ്ത്രക്രിയ മൂലം ചികിത്സിക്കാൻ പറ്റിയ കുറേ അനോമലീസ് ഉണ്ട്. അതുകൊണ്ട് അമ്മമാർ ഇങ്ങനെ സ്കാൻ കണ്ടിട്ട് വിഷമിക്കേണ്ട,
ടെൻഷൻ അടിക്കേണ്ട. മിക്ക കുഞ്ഞുങ്ങളുടെയും ഈ വ്യതിയാനങ്ങളെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പരിശോധനയിൽ രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് ശസ്ത്രക്രിയ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വേണ്ടാന്നും ഇരിക്കാം. പക്ഷേ അവരെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അനോമലി സ്കാനിൽ ഒരു വ്യതിയാനം കണ്ടു എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. അതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും.